1000 മൈൽ ദൂരെയാണെങ്കിലും ഹൃദയം കൊണ്ട് വളരെ അടുത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിത വില്യംസിന് പങ്കുവെച്ച കത്തിലെ വാചകങ്ങളാണിത്. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ശാസ്ത്രജ്ഞയാണ് സുനിത വില്യംസ്. ഏതായാലും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശാസ്ത്രവും ഇന്ത്യൻ പാരമ്പര്യവും ഒരുപോലെ കൈകലേന്തിയ സുനിത വില്യംസ് ആരാണ്? വളരെ അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് ഇന്ത്യക്കാർക്കും നിൽക്കാം. സുനിത വില്യംസ് ഇന്ത്യയുടെയും കൂടി മകളാണ്. ഇന്ത്യൻ പാരമ്പര്യത്തെ, ഇന്ത്യൻ പൈതൃകത്തെ നെഞ്ചിലേറ്റിയ ഒരു ഗണേശഭക്തയായ, ഗണപതി ഭക്തയായ, ഭഗവത്ഗീതയെ സദാ പിന്തുടരുന്ന, അതിൽ സ്വന്തം വ്യക്തിത്വം അതിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു വനിതയാണ് ഈ അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ്. ആ സുനിത വില്യംസ് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തിരിച്ച് ഭൂമിയിലേക്ക്, നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് സുരക്ഷിതയായി. എന്തായാലും നമ്മൾ ശാസ്ത്രത്തിനും ദൈവത്തിനും ഒക്കെ ലോകം നന്ദി പറയുകയാണ്. സുനിതയുടെയും കൂട്ടരുടെയും മടങ്ങി വരവ് ലോകം ആഘോഷിക്കുകയാണ്. ഈ സുനിത വളരെ രസകരമാണ് അവരുടെ ജീവിതവും അവരുടെ പാരമ്പര്യവും ഒക്കെ. അവർ 1965 സെപ്റ്റംബർ 19 ജനിച്ചത്. അത് ഓഹിയോയിലെ യൂക്ലിഡ് എന്ന് പറയുന്ന യൂക്ലിഡിലാണ് അവർ ജനിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനായ ദീപക് പാണ്ഡ്യയുടെയും സ്ലൊവേനിയൻ പൗരയായ ബോണിയുടെയും, പിന്നീട് അവർ ബോണി പാണ്ഡ്യ എന്നാണ് അറിയപ്പെടുന്നത്, ബോണിയുടെയും മകളാണ് സുനിത. അവർ പിന്നീട് വളർന്നു വലുതായി മൈക്കൽ ജെ വില്യംസ് എന്നൊരു പോലീസ് ഓഫീസറെ വിവാഹം കഴിച്ചു. എന്തായാലും നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ബഹിരാകാശ യാത്രിക, ഇന്ത്യൻ വംശജയായ രണ്ടാമത്തെ. ആദ്യത്തേത് കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള നമുക്കൊരിക്കലും മറക്കാനാകാത്ത, തീരാത്ത മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൽപ്പന ചൗളയുടേത്. അവർ ബഹിരാകാശത്ത് പോയി മടങ്ങി വരുമ്പോൾ ഉണ്ടായ അതിദാരുണമായ അപകടത്തിൽ അവർ അവരുടെ ജീവിതയാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം. സുനിതയ്ക്കും അങ്ങനെ ഉണ്ടാകുമോ എന്ന് ലോകം ഭയന്നു. പക്ഷേ സുനിത വളരെ സുരക്ഷിതയായി തിരിച്ചെത്തിയിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ നമുക്ക് അഭിമാനം കൊള്ളാവുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ യാത്രികയാണ് സുനിത എന്നുള്ളത്. തീർച്ചയായിട്ടും 140 കോടി ഇന്ത്യക്കാർക്കും അഭിമാനം നൽകുന്നതാണ്. എന്തായാലും അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഈ ബഹിരാകാശത്തേക്ക് പോയപ്പോൾ ഒരു ഗണേശ വിഗ്രഹവും അതുപോലെ തന്നെ ഭഗവത്ഗീതയും കയ്യിലേന്തി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമേ അറിയാവൂ. അവരെന്തായാലും ഭഗവത്ഗീതയെ നിരന്തരം പിന്തുടരുന്ന, ഭഗവത്ഗീതയിലെ ആശയങ്ങളോട് വലിയ ആഭിമുഖ്യമുള്ള, ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന സ്പിരിച്വൽ തിയറി അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയെ ഉൾക്കൊള്ളുന്ന, ആ ഫിലോസഫിയെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് സുനിത വില്യംസ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ ഒരു വലിയ ഗണേശ ഭക്തയും കൂടിയാണ് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് കത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിൽ സുനിതയ്ക്ക് ആശംസകൾ അറിയിച്ചാണ് മോദി ഈ കത്ത് ഇങ്ങനെ പങ്കുവച്ചിരിക്കുന്നത്. രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും ഇത് അഭിമാന നിമിഷങ്ങളാണ്. നിങ്ങളുടെ സമീപകാല പ്രകടനങ്ങൾ ധൈര്യവും സ്ഥിരോത്സാഹവും പ്രകടമാക്കുന്നതാണ്. അമ്മ ബോണി പാണ്ഡ്യ നിങ്ങളുടെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. പരേതനായ അച്ഛൻ ദീപക് ഭായിയുടെ അനുഗ്രഹവും നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. അടുത്തിടെ US സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മുൻ പ്രസിഡന്റ് ജോ ബൈഡനെയും സന്ദർശിച്ചപ്പോൾ സുനിതയുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഈ മാസം ഡൽഹിയിൽ നാസ മുൻ ബഹിരാകാശ യാത്രികൻ മൈക്ക് മാസിമിനോയുമായുള്ള കൂടിക്കാഴ്ചയിലും സുനിതയെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞങ്ങൾ എത്രമാത്രം അഭിമാനിക്കുന്നുവെന്ന് ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. ഈ സംഭാഷണത്തിനു ശേഷം നിങ്ങൾക്ക് കത്തെഴുതുന്നതിൽ നിന്ന് എനിക്കെന്നെ തടയാനായില്ല. ഭർത്താവ് മൈക്കിൾ വില്യംസിനും സഹയാത്രികനായ ബുച്ച് വിൽമോറിനും ആശംസകൾ അറിയിക്കുന്നതായും പ്രധാനമന്ത്രി ഈ കത്തിൽ കുറിക്കുന്നുണ്ട്. വളരെ വികാരനിർഭരമായിട്ടുള്ള, നല്ല എന്താ പറയുന്ന, വളരെയധികം ഉത്തേജനം കൊടുക്കുന്ന, പ്രോത്സാഹനം കൊടുക്കുന്ന. മാത്രമല്ല സുനിത വില്യംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോക രാഷ്ട്രങ്ങളിൽ തന്നെ അഭിമാനം കൊള്ളുന്ന ഇതാണ്. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് സുനിത വില്യംസ് അല്ലേ. ഇത്രയും ശക്തി, ഇത്രയും മാനസികമായിട്ടുള്ള ഒരു ബോൾഡും തൻ്റെയിടവും
മറ്റൊരു സ്ത്രീയെ നമുക്ക് ഒരു കാണാൻ ഭയവുമില്ലാതെ ചരിത്രത്താളുകളിൽ ചിലപ്പോൾ എഴുതപ്പെടാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ്. തീർച്ചയായിട്ടും എഴുതി കഴിഞ്ഞു. ആ പേർ തങ്കലിപികളാൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതിലിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഇനി അവർ എന്ന് ഇന്ത്യയിലേക്ക് വരും, മോദിയുടെ ക്ഷണം സ്വീകരിച്ച് എന്ന് എന്താ പറയണ്ടേ, ഇന്ത്യൻ വംശജ കൂടിയായ അവർ എന്ന് ഭാരത മണ്ണിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ചേട്ടൻ പറഞ്ഞതുപോലെ ഒരിക്കലും ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ ഒരിക്കലും ഇണചേരാത്തതാണ്. പക്ഷേ ഇപ്പോൾ സുനിത വില്യംസിന്റെ കാര്യത്തിൽ ശരിയാണെങ്കിൽ നമുക്കറിയില്ല, മാധ്യമത്തിലൊക്കെ വന്ന വാർത്തകളാണ് ഈ പറഞ്ഞതുപോലെ അതൊന്നും അവർ നിഷേധിച്ചിട്ടില്ല. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ പാരമ്പര്യവും നമ്മളുടെ വിശ്വാസവും ശാസ്ത്രവും ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള നമ്മൾ ഏത് ജാതിയിലോ മതത്തിലോ എന്തിൽ പെട്ടാലും ശരി, നമ്മുടെ ഇന്ത്യൻ പൈതൃകം, ഇന്ത്യൻ പാരമ്പര്യം, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകും. അതിൽ മാറ്റമൊന്നുമില്ല. നിങ്ങൾ എവിടെ പോയാലും ഒരു ഇന്ത്യക്കാരനായിരിക്കും. പണ്ട് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ ചായക്കട നടത്തുന്ന ചന്ദ്രേട്ടനെ കുറിച്ച് നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ ഇന്ത്യൻ പാരമ്പര്യം നമ്മൾ എവിടെ പോയാലും നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകും. അത് സുനിതയും അത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. എന്തായാലും അത് നമുക്ക് ഏറെ അഭിമാനം നൽകും. അതെ, 9 മാസത്തോളം അവർ ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതുവരെ. അവരുടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് ശാസ്ത്രം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, ആരോഗ്യവതിയാണ് നിലവിൽ. പക്ഷേ എന്നാലും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. കാരണം ഇവരുടെ ഹൈറ്റ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്, മുടികളൊക്കെ ഇങ്ങനെ കുറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പെയിൻഫുൾ ആയിരിക്കും അവരുടെ വരുന്ന ദിവസങ്ങളൊക്കെ. വരും ദിവസങ്ങളിലെ ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും നീണ്ട 9 മാസങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്. നീണ്ട 9 മാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഇരിക്കുന്നതിന് മുമ്പാണല്ലോ, ബൈഡന്റെ കാലത്താണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ 9 മാസങ്ങൾ എടുക്കുന്ന ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള നീണ്ട കാലയളവിൽ അവരെ അതിജീവിച്ചുവെങ്കിലും പക്ഷെ അവിടെ ഒരു ഡിലേ വന്നില്ലേ? തീർച്ചയായിട്ടും ബൈഡൻ സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ എടുത്തില്ല എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ട്രംപും വളരെ ശക്തമായിട്ടും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ട്രംപും പറഞ്ഞിരുന്നു. അതൊരു വാഗ്ദാനം പോലെയായിരുന്നു. എന്തായാലും എല്ലാവർക്കും ആശ്വാസമേകിക്കൊണ്ട്, എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് സുനിത വില്യംസും കൂട്ടരും, അവരോടൊപ്പം മറ്റു 3 പേർ കൂടെ ഉണ്ടായിരുന്നു, അവർ വളരെ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഏറെ സന്തോഷിക്കാം നമുക്ക്. വിണ്ണിലെ നക്ഷത്രം മണ്ണിലെത്തി എന്നൊക്കെയാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സത്യം തന്നെയാണ്. അവർ 9 മാസം ആകാശത്ത് നക്ഷത്രങ്ങളോടൊപ്പമായിരുന്നു. ആ നക്ഷത്രങ്ങളോടൊപ്പം ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളിന് അവർ നക്ഷത്രങ്ങളോടൊപ്പം നിൽക്കുന്ന എന്ന ഒരു ഭാവനയാണ് ഉണ്ടാകുക. അങ്ങനെ നക്ഷത്രങ്ങളോടൊപ്പം നിന്ന് അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. ഒപ്പം ഇന്ത്യൻ പാരമ്പര്യത്തിന്, ഇന്ത്യൻ പൈതൃകത്തിന് അഭിമാനിക്കാം.